ദാസൻ ജീവിച്ചിരിക്കുമ്പോൾ നാട്ടുകാർക്കും എന്തിനു പറയുന്നു, അയാളുടെ ഭാര്യ പ്രേമയ്ക്ക് പോലും അത്ര ഇഷ്ടപ്പെട്ട ആളൊന്നുമല്ലായിരുന്നു. അത്യാവശ്യം പറ്റീരും തട്ടിപ്പും മദ്യപാനവും അടിപിടി കേസുകളുമുള്ള അവനെ ഇഷ്ടപ്പെട്ടിരുന്നത് ചില പുത്തൻ പണക്കാരും ചന്ദ്രികയുമായിരുന്നു. ചന്ദ്രികയാരെന്ന് പിന്നാലെ നിങ്ങൾക്കും മനസ്സിലാവും. എന്നാൽ ഇന്ന് രാവിലെ അപ്രതീക്ഷിതമായി ദാസൻ മരിച്ചു. ദാസൻ വെറുതെ മരിച്ചതല്ല. ഹൃദയമില്ലെന്ന് നമ്മളൊക്കെ പറഞ്ഞ ആ ദാസന്റെ ഹൃദയം തന്നെ അവനെ കൈവിട്ടപ്പോഴാണ് ദാസനൊരു ഹൃദയമുണ്ടായിരുന്നെന്ന് എല്ലാവർക്കും മനസ്സിലായത്. മരിച്ചുപോയപ്പോൾ ദാസനൊരു ബഹുമാനം നൽകി ഞാനും ഇതുവരെ ദാസാന്ന് തുടരെ വിളിച്ചതിന് അസംതൃപ്തി തോന്നുന്നു. അതുകൊണ്ടൊരു ചെറിയ മാറ്റം വരുത്തി പരേതൻ എന്ന് വിളിക്കാം. വൈകുന്നേരം നല്ല മുന്തിയ ഇനം മദ്യവും കുടിച്ച് വീട്ടിൽ വന്ന് ഭാര്യയെയും ഇഷ്ടമില്ലാത്ത അയൽപക്കംകാരെയും നല്ല തെറിപ്പാട്ട് നല്ല ഈണത്തിലും മേൽസ്ഥായിയിലും വായിച്ചിരുന്ന പരേതന്റെ വീട്ടിൽ രാമായണം വായന കേട്ടപ്പോഴാണ് മരണവാർത്ത ആ നാട് മുഴുവൻ പടർന്നത്. ആ നാട്ടിലെ ആസ്ഥാന രാമായണം വായനക്കാരനും ഭക്തനുമായ ശിവരാമൻ ആ വീട്ടിൽ കയറിയിരുന്ന് പരേതന്റെ അടുത്തിരുന്ന് രാമായണം വായിക്കുന്നത് എല്ലാവരും അത്ഭുതത്തോടെ നോക്കി. ആ വീടിന്റെ മുന്നിലൂടെ തന്റെ വീട്ടിലേക്ക് പോകേണ്ടിയിരുന്ന ശിവരാമൻ പലപ്പോഴും പരേതന്റെ സന്ധ്യ കഴിഞ്ഞുള്ള തെറിപ്പാട്ട് പേടിച്ച് 1/2 കിലോമീറ്റർ ചുറ്റിയാണ് വീട്ടിലേക്ക് പോയിരുന്നത്. മനസ്സിലെ പേടികൊണ്ടാണോ കാഴ്ചക്കുറവുകൊണ്ടാണോ എന്നറിയില്ല, അയാളുടെ വായനയിൽ പതിവില്ലാത്ത അപസ്വരങ്ങളും അക്ഷരത്തെറ്റുകളും വരികയും ഇടയ്ക്കിടെ മരിച്ചു കിടക്കുന്ന പരേതനെ പുസ്തകത്തിൽ നിന്നും കണ്ണെടുത്ത് നോക്കുകയും ചെയ്തുകൊണ്ടിരുന്നു. അത്ഭുതമെന്ന് പറയട്ടെ, പരേതന്റെ അടുത്തു വരാൻ പേടിയുണ്ടായിരുന്നവർ പോലും വീട്ടിൽ വന്ന് ബഹുമാനപൂർവ്വം ശരീരത്തെ നോക്കി നിൽക്കുകയും ചിലരുടെ കണ്ണ് നിറയുകയും വരെ ചെയ്തു അത്രേ. ചുരുക്കത്തിൽ ഗ്രാമം മുഴുവൻ അവന്റെ വീട്ടിലേക്കൊഴുകി. പരേതന്റെ വീട്ടുമുറ്റത്ത് കസേരയിലിരുന്നൊരു കാരണവർ പറയുന്നു, ദാസനെപ്പോലെ നല്ല മനസ്സുള്ളവരിവിടെയില്ല അല്ലേ ശശിയെ? കഴിഞ്ഞ ആഴ്ച മര്യാദയ്ക്ക് വഴിയെ നടന്നുപോലെ തന്നെ എന്താടാ ശശി നിനക്കൊരു പുച്ഛം എന്നതിൽ തുടങ്ങി നല്ല ശുദ്ധമായ നാടൻ തെറി വിളിച്ച പരേതനെ നോക്കി ശശി ശരിയെന്ന് തലയാട്ടി. അവൻ എപ്പോഴും സഹായിക്കാൻ മുന്നിലായിരുന്നു. വേറൊരാൾ പറയുന്നത് കേട്ട് ഒരാൾ കൂട്ടിച്ചേർത്തു, എന്നോട് കടം വാങ്ങാതെ തിരിച്ചു തരാതെ ചോദിക്കാൻ ചെന്ന എന്നെ തല്ലിയ പിന്നെ നല്ല തെറിയായിരുന്നു വന്നത്. എടാ പോട്ടടാ, മരിച്ചവനെ നമ്മൾ അവഹേളിക്കരുത്. മരണമാണ് ഏറ്റവും വലിയ ശിക്ഷ. അപ്പോൾ പരേതന്റെ ശത്രുവായ ഫിലിപ്പ് എത്തി. ജീവിതത്തിൽ ഒരിക്കലും ദാസനെ അംഗീകരിക്കാത്ത പരസ്പരം തെറി മത്സരം നടത്തിയും തമ്മിലടിച്ച് കവലയെ സജീവമാക്കിയ അയാൾ നിറഞ്ഞ കണ്ണു തുടച്ചുകൊണ്ട് പറഞ്ഞു, ഞങ്ങൾ തമ്മിൽ ചെറിയ അഭിപ്രായ വ്യത്യാസങ്ങൾ മാത്രം. ദാസൻ വലിയ മനുഷ്യനായിരുന്നു. കേട്ടവർ പരസ്പരം നോക്കി ചിരിച്ചു. ഇതിന്റെ ഇടയിൽ ഒരു സ്ത്രീ ശാന്തമായി ആ മുറ്റത്തേക്ക് കയറി വന്നു. അത് പരേതന്റെ പഴയ കാമുകിയായ ചന്ദ്രികയായിരുന്നു. അവളെ കണ്ടതും ദാസന്റെ ഭാര്യയായ പ്രേമയുടെ മുഖം മാറി. ഉടൻ തന്നെ അവൾ ദാസന്റെ ശരീരം കെട്ടിപ്പിടിച്ച് അവന്റെ മുഖം തനിക്കുള്ളിലേക്ക് മറച്ചുവെച്ച് ദീർഘമായ കരച്ചിൽ തുടർന്നു. പുറമേ നോക്കുമ്പോൾ അതൊരു ദുഃഖത്തിന്റെ പ്രകടനം പോലെ തോന്നിയെങ്കിലും ചന്ദ്രിക അത് കണ്ട് ശ്രദ്ധിച്ച് ചെറുതായി ചിരിച്ചു. പിന്നെ അവൾ കുനിഞ്ഞ് അവളുടെ ചെവിയിൽ പതിയെ പറഞ്ഞു, ജീവിച്ചിരിക്കുമ്പോൾ നീ ഇത്രയും സ്നേഹം കാണിച്ചിരുന്നെങ്കിൽ ദാസൻ നന്നായി പോയേനെ. ആ വാക്കുകൾ കേൾക്കാനായില്ലെങ്കിലും പരേതനും ചന്ദ്രികയും തമ്മിലുണ്ടായിരുന്ന പ്രണയവും പ്രേമയ്ക്ക് അവളോടുള്ള നീരസവും അറിയാവുന്നതിനാൽ ആ രഹസ്യ സംസാരം കണ്ട് ചിലർ പരസ്പരം ചിരിച്ച് അടക്കം പറഞ്ഞു. പരേതന്റെ സംസ്കാരം ഗംഭീരമായി നടന്നു. വൃത്തിയുള്ള വസ്ത്രം രാവിലെ ഉടുത്തുപോയി വൈകുന്നേരം വഴിയിൽ വീണും വഴക്കടിച്ചും ദേഹം മുഴുവൻ ചെളിയുമായി വരുന്ന പരേതൻ അന്ന് മുഴുവൻ വൃത്തിയിലാണ് കിടക്കുന്നത്. തന്നേക്കാൾ ഉയർന്ന് മറ്റൊരാളുടെ ശബ്ദവും കേൾക്കാൻ ക്ഷമാശക്തിയില്ലാത്ത പരേതൻ സ്വന്തം കർമ്മങ്ങളുടെ മന്ത്രോച്ചാരണങ്ങളും അഷ്ടഗന്ധപ്പുകയും ശ്വസിച്ചു കിടക്കുകയാണ്. അമ്പലത്തിൽ പോയി ചന്ദനം തൊട്ട് ശീലമില്ലാത്ത ഇന്ന് ചന്ദനവും ഭസ്മവും പൂശിക്കിടക്കുന്നു. വീട്ടിൽ പച്ചരി വെച്ചതിന് കലമെടുത്ത് വഴിയിലെറിഞ്ഞ് പ്രേമയെ തല്ലിയ പരേതൻ ഇന്ന് വായിൽ വെച്ച പച്ചരി നോക്കാനാവാതെ നിശബ്ദനായിരിക്കുന്നു. മരണം പലപ്പോഴും അറിയിപ്പില്ലാതെ വരുന്ന അതിഥിയാണ്. നന്മയും മാന്യതയും ജീവിച്ചിരിക്കുന്നവർക്ക് മാത്രം പ്രയോഗിക്കാവുന്നൊരു പ്രവൃത്തിയായി തോന്നാതിരുന്നാൽ സ്വയം നിശബ്ദമാകേണ്ടി വരുന്ന കാലത്ത് സത്യസന്ധമായ കണ്ണുനീരൊഴുക്കാൻ ആരുമുണ്ടായിരിക്കില്ല. മരണം കൊണ്ട് പലരും പലതും മറന്നുപോയെന്ന് തോന്നാതിരിക്കട്ടെ.